Hello students, welcome to Easy Learning with Suvida. മഹാഭാരതത്തിലെ ദ്രോണപർവം കുരുക്ഷേത്ര യുദ്ധത്തിലെ ഏറ്റവും രക്തപങ്കിലമായ ഘട്ടങ്ങളിൽ ഒന്നാണ്. ഈ പർവത്തിൽ ദ്രോണമുനിയുടെ കഥാപാത്രം അതിൻ്റെ മുഴുവൻ വൈരുദ്ധ്യങ്ങളോടെയും പ്രതിഫലിക്കുന്നു. ദ്രോണർ ആയിരക്കണക്കിന് ധനുർവേദ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച മഹത്തായ ഗുരുവായിരുന്നു. കൗരവ പാണ്ഡവന്മാരുടെ ഗുരു എന്ന നിലയിൽ അദ്ദേഹം നിഷ്പക്ഷതയും ശാസ്ത്രീയതയും നിലനിർത്താൻ ശ്രമിച്ചു. പക്ഷേ യുദ്ധഭൂമിയിൽ അദ്ദേഹം അതിനെ മറികടക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ദ്രോണരുടെ ഉള്ളിൽ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഒരു മധ്യസ്ഥ നിലയുണ്ട്. പാണ്ഡവരോടുള്ള സ്നേഹവും കൗരവപക്ഷത്തെ നിശ്ചയിച്ച കർത്തവ്യവും തമ്മിലുള്ള ധർമ്മസങ്കടം അദ്ദേഹത്തിൻ്റെ ഉള്ള് കഠിനമാക്കി തീർക്കുന്നു. ഭീഷ്മന്റെ പതനത്തിനു ശേഷം കൗരവസേനയുടെ സേനാധിപതിയാകാൻ ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെടുമ്പോൾ കർണൻ പറയുന്ന വാക്കുകളിൽ അറിയാവുന്നതാണ് ദ്രോണരുടെ മാഹാത്മ്യം. ദ്രോണരേക്കാൾ ഒരു പ്രബലൻ ഇപ്പോൾ ഇല്ലെന്നും കൗരവസേനയ്ക്ക് ഇതിനേക്കാൾ നല്ലൊരു നായകനില്ലെന്നും ദ്രോണർക്കെതിരെ പടയെ അയക്കാൻ മറ്റാരും നിൽക്കില്ല എന്നും കർണനെ പോലൊരു ശക്തൻ പറയുമ്പോൾ തന്നെ ദ്രോണരുടെ ബുദ്ധിശക്തിയെ മനസ്സിലാക്കാവുന്നതാണ്. ദ്രോണരുടെ സ്ഥാനാരോഹണത്തിന് ശേഷം യുദ്ധം കൂടുതൽ ക്രൂരവും സംഘർഷപരവുമാകുന്നു. ഉള്ളിൽ 1000 ചോദ്യങ്ങൾ അലയടിക്കുമ്പോഴും ധർമ്മം കെട്ടിപ്പടുക്കാനുള്ള ശ്രമം ദ്രോണർ എന്ന ഗുരുവിൻ്റെ ധാർമ്മിക ബോധ്യത്തിന് തെളിവാണ്. മകനായ അശ്വത്ഥാമാവിൻ്റെ മരണവാർത്ത ആധാരമാക്കി ദ്രോണരെ ചതിയോടെ കൊന്ന സംഭവം ദ്രോണപർവത്തിലെ ഹൃദയഭേദകമായ രംഗങ്ങളിൽ ഒന്നാണ്. ദ്രോണപർവം വീക്ഷിക്കുമ്പോൾ ദ്രോണർ ഒരു ദുരന്ത നായകനായി തീരുന്നു.